സുദർശൻ മെറ്റൽസ്, സിറ്റി ജംഗ്ഷൻ, ടൗൺ ഹാൾ റോഡ്, തിരൂർ. തിരുത്തൽക്കണ്ടിയൂരിൽ വീണ്ടും മോഷണ പരമ്പര. അടച്ചിട്ട 2 വീട്ടിലും സമീപത്തെ ക്വാർട്ടേഴ്സിലുമാണ് മോഷണം നടന്നത്. പണവും ആഭരണവും മോഷണം പോയി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്ത് വീണ്ടും മോഷ്ടാക്കൾ എത്തിയത് നാട്ടുകാരിലും വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. രാത്രികാല പോലീസ് പരിശോധന ശക്തമാക്കുമെന്ന് ഡിവൈഎസ്പി ഉറപ്പു നൽകിയതായി നിയുക്ത കൗൺസിലർ യാസിർ പൊട്ടച്ചല പറഞ്ഞു. തിരുത്തൽക്കണ്ടിയൂർ ഭാഗങ്ങളിൽ വീണ്ടും മോഷണം. 2 വീടുകളിലും ക്വാർട്ടേഴ്സിലുമാണ് മോഷ്ടാവ് കയറിയത്. ഒരു വീട്ടിൽ നിന്ന് വെള്ളി ആഭരണങ്ങളും ക്വാർട്ടേഴ്സിൽ നിന്ന് പണവും മോഷണം പോയി. 35-ാം ഡിവിഷനിൽപ്പെട്ട കോട്ടയിൽ ഫൈസൽ, ഇല്ലത്തുപറമ്പിൽ അബ്ദുറഹ്മാൻ, ട്രാൻസ്ജെൻഡർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലാണ് മോഷ്ടാവ് കയറിയത്. ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് വരുന്ന വരത്തിലാണ് ഇങ്ങനെ വീടിൻ്റെ കുറ്റി ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചത്. കാരണം അളുമാരിയുള്ള 18,000 ഉറുപ്പിയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിതിനൊരു നീതി ലഭിക്കണം. എന്തായാലും പോലീസിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ 2 പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു നീതി എന്തായാലും ലഭിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ കടാരിയെല്ലാം എടുത്ത് തലക്കല്ല് അടിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് താമസിക്കുന്നതല്ലേ. വീടുകളിലെ മുൻഭാഗത്തെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കോട്ടയിൽ ഫൈസൽ ഉംറയ്ക്കായി ആഴ്ചകൾക്ക് മുമ്പാണ് പോയത്. വീട് അടച്ചിട്ടാണ് കുടുംബം പോയത്. ഈ വീട്ടുകാർ ഉംറയ്ക്ക് പോയതാണ്. ഈ വീട്ടിൽ മുഹമ്മദ് ഫൈസലിൻ്റെ വീടാണ്. ഇവിടെ അവരില്ലാത്ത സമയത്താണ് ഇങ്ങനെ ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു 1 മണിൻ്റെയും 3 മണിൻ്റെ ഇടയിലാണ്. അതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ ആ സമയത്താണ് അവിടെയും കയറിയിട്ടുള്ളത്. പൂട്ടൊക്കെ പൊട്ടിച്ച് ആ സാധനങ്ങളൊക്കെ അന്മാരിന് ഒന്നായിട്ട് ബദലിട്ടീന്ന് കുട്ടീന്. ഇല്ലത്തുപറമ്പിൽ അബ്ദുറഹ്മാന്റെ കുടുംബം കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത്. ഫൈസലിന്റെ വീട്ടിൽ നിന്ന് വെള്ളി ആഭരണങ്ങളും ട്രാൻസ്ജെൻഡർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് പണവുമാണ് മോഷണം പോയത്. പൊതുവേ തൃക്കണ്ടൂർ ഏരിയയിൽ ഈ മണ്ഡല സീസണിലാണ് പൊതുവേ ഈ മോഷണങ്ങളൊക്കെ സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മണ്ഡല സീസണ് അവർ അങ്ങനൊരു ഇതുണ്ടായത്. ഇപ്പോൾ ഇവിടെ മോഷണത്തിന് അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത് എല്ലാവരും നാട്ടുകാരൊക്കെ. രാത്രികാല പോലീസ് പരിശോധന ശക്തമാക്കുമെന്ന് ഡിവൈഎസ്പി ഉറപ്പു നൽകിയതായി നിയുക്ത കൗൺസിലർ യാസിർ പൊട്ടച്ചോല പറഞ്ഞു. തൃക്കണ്ടൂരും പരിസര പ്രദേശങ്ങളിലും മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് കൂടുതലുണ്ടാവൽ. അപ്പോൾ അതിനെതിരെ ഡിവൈഎസ്പി സിഐക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് നൈറ്റ് പെട്രോളിംഗ് അടക്കം നല്ല അന്വേഷണം നടത്താമെന്നുള്ള പോലീസ് ഉറപ്പ് വന്നിട്ടുണ്ട്. CD പാർട്ടി അടക്കം ഇന്നലെ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആളുകളെ മോഷ്ടാക്കളെ പിടിക്കാനുള്ള ശ്രമം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.